നമ്മൾ ഇവിടുത്തെ ജനറേറ്റേഴ്സിൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ജനറേറ്റർ നമ്മൾ സാധാരണ ബാക്കപ്പ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മുടെ ലിഫ്റ്റുകൾ, എലിവേറ്റർ, എസ്കലേറ്റർ, പിന്നെ സെക്യൂരിറ്റി സിസ്റ്റംസ്, CCTV, അലാം സിസ്റ്റം, ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, സ്റ്റെയർവേസ്, പിന്നെ എൻട്രൻസ്, കൺട്രോൾ റൂംസ്, ഡാറ്റ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇലക്ട്രിക്കൽ റൂംസ്, ജനറേറ്റർ, അങ്ങനെ മെയിൻ സാധനങ്ങളാണ് നമ്മൾ ബാക്കപ്പിൻ്റെ അകത്ത് കൊടുക്കാറുള്ളത്. അത് ഈ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മുടെ ലാൻഡ് ലോഡ് ഏരിയസ് 20% ഓഫ് ലൈറ്റിങ്, അതായത് പബ്ലിക് ലോബീസോ അസംബ്ലി പോയിൻറ്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഈ പറഞ്ഞ ജനറേറ്റർ ബാക്കപ്പ് ഉണ്ടാവണം. ഈ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ലോഡ്സ് ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മൊബൈൽ ജനറേറ്റേഴ്സ് കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള കേസും പറയുന്നുണ്ട്. അതായത് അഡീഷണൽ ആയിട്ടുള്ള എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് കൊടുത്തിട്ട് അതുകൂടാതെ ചേഞ്ച് ഓവേഴ്സ് മെക്കാനിസംസ് ഒക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കേസും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈലായിട്ട് ജനറേറ്റർ അവിടേക്ക് എത്തിക്കാനുള്ള സൗകര്യം കൂടി നമ്മളവിടെ ചെയ്ത് കൊടുക്കേണ്ട പ്രൊവിഷൻസൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പാർട്ടുകൾ നമ്മൾ നോക്കണം. പിന്നെ ജനറേറ്റർ റൂമിനെ പറ്റി പറയുന്നുണ്ട്. അത് 2 hour ഫയർ റേറ്റിങ്ങുകളാണ്. പിന്നെ UAE FLSC സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള രീതിയിലായിരിക്കണം. അതൊക്കെ നമ്മൾ ഫർദർ വരുന്നുണ്ട്, ആ പാർട്ട് ഫയറിൻ്റെ പാർട്ടിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരമൊക്കെ ആയിരിക്കണം എന്നുള്ള കേസാണ് എഴുതിയേക്കുന്നത്. അത് മെയിൻലി ഇൻറ്റേർണൽ വാൾസിനാണ് വേണ്ടത്. പുറത്തേക്ക് നിൽക്കുന്ന വാൾസിന് ഫയർ റേറ്റിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇൻ കേസ് ഓഫ് ഫയർ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ അതിനെ പുറത്തുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ 2 hour റേറ്റിംഗ് ഉള്ള രീതിയിൽ, ഫയർ റേറ്റിംഗ് ഉള്ള രീതിയിൽ വേണം വാൾസ് പ്രൊവൈഡ് ചെയ്യാൻ. അതിൽ ലൂവേഴ്സോ വിൻഡോസോ അങ്ങനെയുള്ള ഓപ്പണിങ്സ് ഒന്നും പാടില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ ഫുട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ബാക്കപ്പിനെ പറ്റിയൊക്കെ ഈ മൊബൈൽ ജനറേറ്റർ ഒക്കെ വരുന്ന കേസുകൾ വരുന്നത് അൺഫോർസീനായിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യാനുള്ള സ്റ്റാൻഡ് ബൈ റിക്വയർമെൻറ്റ്സ് ആണ്. ഒറിജിനലി എമർജൻസി സ്റ്റാൻഡ് ബൈ റിക്വയർമെൻറ്റ്സ് UAE ഫെഡറൽ ലോ ഫോർ സേഫ്റ്റി ഓഫ് ചിൽഡ്രൻ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് പാർട്ടിലാണ് അത് കൊടുത്തേക്കുന്നതെന്നൊക്കെ അതിൻ്റെ അകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വേറെ ഇതിലും പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എമർജൻസി ജനറേറ്റർ മറ്റേ ഓപ്പറേഷണൽ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി, അതായത് ഓൾറെഡി മറ്റേ ജനറേറ്റർ ഉണ്ട്, നമ്മൾ മെയിൻ ഒരു പെർമനൻറ്റ് സെറ്റപ്പും ഉണ്ട്, പിന്നെ നമ്മൾ മൊബൈൽ ജനറേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോഡ് ഷെയറിങ്ങും നമുക്ക് പോസിബിൾ ആക്കാം. പക്ഷേ ഇതിൻ്റെ കോഡ്സ്, ഇതിൽ പറയുന്ന കോഡുകൾ UAE FLSCയിലൊക്കെ പറയുന്ന കോഡും പിന്നെ നമ്മുടെ ഈ ഇപ്പോൾ ദുബായ് ബിൽഡിംഗ് കോഡിലൊക്കെ പറയുന്ന സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് ഈ ഫുട് നോട്ടുകളിൽ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റലേഷനും എമർജൻസി പർപ്പസിനാണെങ്കിൽ പോലും നമ്മൾ അപ്രൂവലിന് ശേഷമാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ചേഞ്ച് ഓവറിന് എപ്പോഴും എന്തായിരിക്കണം, ഐസൊലേറ്ററോ അല്ലെങ്കിൽ ചേഞ്ച് ഓവർ ഏതിനാണെങ്കിലും 4 pole ആയിരിക്കണം 3 phase-ന്. കാരണം ന്യൂട്രലും കൂടി നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനുള്ള 2 pole ആയിരിക്കണം സിംഗിൾ ഫേസ് അപ്ലൈന്. അപ്പോൾ രണ്ട് സിസ്റ്റത്തിന് ന്യൂട്രൽ സെപ്പറേറ്റ് ആവണം എന്നുള്ള ഒരു കാര്യത്തിലാണ്. അതിപ്പോൾ കേരളത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ചേഞ്ച് ഓവർ, പോയിൻ്റ് ഓഫ് ചേഞ്ച് ഓവറിൽ എപ്പോഴും 4 pole ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിവൈസ് സപ്ലൈ ആയിട്ട് ഒരിക്കലും ബാക്ക് ഫീഡിങ് പോകരുത്. അതായത് അതായിട്ട് പാരലാവുന്ന രീതിയിൽ ഒരിക്കലും പോരുന്നുള്ള കേസ് അതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ മെക്കാനിക്കൽ ഇൻ്റർലോക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കോ, മറ്റേ ഇൻകവർ സർക്യൂട്ട് ഐസൊലേറ്റർ ഏതാണ് യൂസ് ചെയ്യുന്നത് അതും മറ്റേ ഡിവൈഡ് സപ്ലൈ തമ്മിലുള്ളതിൽ ഒരു കറക്റ്റ് ഇൻ്റർലോക്കിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ബേസിക്കലി നടക്കുന്നത് എന്താ, നമ്മൾ ഇതിൻ്റെ ഡ്രോയിങ്സും എസെൻഷ്യൽ ലോഡ് ഏതാണ്, സർക്യൂട്ട് ഡയഗ്രാം, വയറിംഗ് ഡയഗ്രാം എല്ലാം ഡിവൈൽ സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ എടുത്തിട്ട് ആണ് ഈ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മെയിൻ വർക്കിനാണ്. എമർജൻസിയുടെ കേസ് അവരുടെ അപ്രൂവൽ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ ഇൻകമറൊക്കെ വരുവാണെന്ന് വെച്ചാൽ 2500 ആംബിയർ, 1600 ആംബിയർ ആ റേഞ്ചൊക്കെ ഉള്ള ഇൻകമർ വെച്ചാണ് മൊബൈൽ ജനറേറ്റർ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ മറ്റേ ഫെയിലിയറൊക്കെ വന്ന ടൈമിൽ പവർ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പം MDBയിലോ LV പാനൽസിലൊക്കെ കൊടുക്കണമെങ്കിൽ 4 pole സർക്യൂട്ട് ബ്രേക്കർ ആയിരിക്കണം.
ഉപയോഗിക്കേണ്ടത്. പിന്നെ അഡിക്കേറ്റ് മെക്കാനിക്കൽ ഇൻ്റർലോക്ക് വേണം. ഏതാ നമ്മുടെ മൊബൈൽ ജനറേറ്ററും ഡിവ സപ്ലൈയും തമ്മിലുള്ള ഇൻകമേഴ്സ് തമ്മിൽ മെക്കാനിക് ഇൻ്റർലോക്ക് വേണം. എന്തിനാണ്? ബാക്ക് ഫീഡിങ് തടയാൻ വേണ്ടി. ഡിവൈഡ് ഓൺ ആകുമ്പോൾ മറ്റേ ജനറേറ്ററിൽ നിന്ന് വരുന്നത് ജനറേറ്ററിൽ നിന്ന് വരുമ്പോൾ ഡിവൈഡ് വരരുത്. എന്നുവെച്ചാൽ ഇതെല്ലാം ഒരു ബസ് ബാറിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ലൊക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ റൂം എപ്പോഴും ഫ്രണ്ട് എൻട്രൻസോ അപ്രോച്ച് റോഡോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കണം. അപ്പോൾ മാത്രമല്ല ഈ ജനറേറ്ററിൻ്റെ കേബിൾ ഇടാൻ വേണ്ടി നമ്മുടെ ഇവിടെയൊക്കെ പലയിടത്തും കാണാം ഇങ്ങനെ കേബിൾ തലങ്ങും ഇത് കൂടെ ഇടുന്നു. അങ്ങനെയല്ല, നമ്മൾ നേരത്തെ ഇതിന് ഹോളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. സ്ലീവ്സൊക്കെ ഇട്ട് വെച്ച് ജനറേറ്ററിൻ്റെ കേബിൾ എടുക്കാനുള്ള രീതിയിൽ നേരത്തെ അതാണ് നമ്മൾ വളരെ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു പ്ലാനിങ് കൃത്യമായിട്ടുള്ളതുകൊണ്ട് അവിടെ അതിനെപ്പറ്റിയൊക്കെ എടുത്ത് പറയുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ പ്രൊവിഷൻ നോട്ട് മാൻഡേറ്ററി ആണ് ഫോർ നിർബന്ധമല്ല. മെയിൻ LV പാനലിൽ നിർബന്ധമല്ല എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാൻഡ് ബൈ ജനറേറ്റർ ഉള്ള സ്ഥലങ്ങളിൽ. ഓക്കെ, ജസ്റ്റ് അതിൽ പറയുന്ന കാര്യങ്ങൾ വേറൊന്നുമല്ല. ഇപ്പോൾ ഇതിവിടെ ഒരു സപ്ലൈ വരുന്നത് ട്രാൻസ്ഫോമറാണ്. ഞാനിതിപ്പോൾ ഇന്ത്യയിലെ ഒരു ഡയഗ്രാമാണ് കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇതൊരു ജനറേറ്ററാണ്. ജനറേറ്ററിൻ്റെ സപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിൻ്റ് ഓഫ് ചേഞ്ച് ഓവർ എന്ന് പറയും. ഇവിടെ പോയിൻ്റ് ഓഫ് ചേഞ്ച് ഓവറാണ്. അവിടെ 4 പോൾ ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ട ബ്രേക്കർ. ഇപ്പോൾ ഇവിടെ ഒരു 4 പോൾ കോണ്ടാക്റ്റിനാണ് ആ ബ്രേക്കറായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ 4 പോൾ ആയിരിക്കണം. ന്യൂട്രൽ ഒരിക്കലും അതിൽ വേറെ മീൻസ് ന്യൂട്രൽ കോമൺ ആയി പോകരുത്. കാരണം ഇത് രണ്ടും ഒരേ ബസ് ബാറിലേക്ക് വന്ന് കയറുന്നത്. ഇതൊരു MSB പാനലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ MSB പാനലിൽ തന്നെയാണ് രണ്ട് വന്ന് കയറുന്നത്. സോ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കണമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ നിങ്ങൾക്ക് കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ ഒക്കെ ചോദിക്കാം. ഓക്കെ, എനിക്കറിയുന്നതെല്ലാം പറഞ്ഞു തരാൻ പറ്റും. അറിയാത്തത് ഞാൻ റെഫർ ചെയ്ത് പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു.